സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ എളവള്ളി മോഡലിനെ കുറിച്ച് ഗവേഷണ പഠനം നടത്തിയ തൃശൂർ എളവള്ളി പറയിക്കാട് സ്വദേശി കിരൺ പ്രകാശിന് PhD അംഗീകാരം. കൊൽക്കത്തയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നാണ് കിരൺ പ്രകാശ് ഡോക്ടറേറ്റ് നേടിയത്. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ കാലത്തെ കേരളത്തിന്റെ വികേന്ദ്രീകൃത ഭരണവും പൊതുജനാരോഗ്യ പ്രതിസന്ധി കാര്യനിർവഹണവും എന്ന വിഷയത്തിലാണ് കിരൺ പ്രകാശ് ഗവേഷണ പഠനം നടത്തിയത്. സംസ്ഥാനത്ത് തുടർച്ചയായി 5 വർഷം മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കി ചരിത്രം കുറിച്ച എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയാണ് ഗവേഷണ പഠനത്തിൽ കിരൺ മാതൃകയാക്കിയത്. ബ്രിട്ടീഷ് സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ പൊതുഗവേഷണ സർവകലാശാലയായ വാർവിക് സർവകലാശാലയിൽ നടന്ന മെഡിക്കൽ സോഷ്യോളജി കോൺഫറൻസിൽ ഇതിനെക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് കിരൺ പ്രകാശിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഗവേഷണ പഠനത്തിന് ആവശ്യമായ അനുബന്ധ വിവരങ്ങൾ ലഭിക്കുവാൻ കിരണിന് വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിരുന്നു. കോവിഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാണെന്നും അത് ആർക്കും നൽകാനാവില്ലെന്നും തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KG റീനയുടെ പ്രതികരണമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. കിരണിന്റെ മാതാവ് ബിന്ദു എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഗവേഷണ പഠനത്തിന് ആവശ്യമായ മുഴുവൻ രേഖകളും എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു നൽകിയത്. ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോകുമെന്ന അവസ്ഥ കിരണിന്റെ കുടുംബത്തെ വല്ലാതെ ഉലച്ചിരുന്നു. ഓരോ ഘട്ടത്തിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജിയോ ഫോക്സിന്റെ ഇടപെടൽ കിരൺ പ്രകാശിന് തുണയായി മാറി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനത്തിൽ മികച്ച മാതൃകയാണ് കൈവരിച്ചത്. നിലവിൽ ഡൽഹിയിലെ സ്വകാര്യ സർവകലാശാലയിൽ സോഷ്യോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് തൃശൂർ എളവള്ളി പറയിക്കാട്ട് വട്ടംപറമ്പിൽ പ്രകാശന്റെയും ബിന്ദുവിന്റെയും മകനായ ഡോക്ടർ കിരൺ പ്രകാശ്.